ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഡ്രൈവിംഗ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നമ്മളിന്ന് ഒരു സ്ഥലത്തോട്ടാണ് വന്നത്. നമ്മൾ നെടൂരിലോട്ടാണ് ഇപ്പം ഗൈസ് പോകുന്നത്. അപ്പം ഗൈസ് നമ്മൾ അതുപോലെ നമുക്ക് കുറച്ചധികം സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, നെടൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇരിട്ടിയിലോട്ടും പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇത് കുറച്ച് നീണ്ട യാത്ര കഴിഞ്ഞ് കഴിച്ചാൽ ഗൈസ്. അപ്പം നമ്മളിത് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾ സൈഡിലുള്ള കാഴ്ചകളെല്ലാം നോക്കുക ഗൈസ്. അതിനാണ് ഞാനിങ്ങനെ ആംഗിളിൽ ക്യാമറ വെച്ചേക്കുന്നത്. ഞാനിത് പിടിച്ചോണ്ടൊന്നും അല്ല ഇരിക്കുന്നത് ഗൈസ്. ഓക്കെ ഗൈസ്, ഇങ്ങനെ സൈഡിൽ പിന്നെ അറിയാമല്ലോ നമ്മുടെ കേരളത്തിൽ കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്. ഫുള്ള് ചുറ്റെവിടെ നോക്കിയാലും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. ഓക്കെ, ചിലപ്പോഴൊക്കെ കാട് പിടിച്ചൊക്കെ കിടക്കും, അത് പിന്നെയും കുഴപ്പമില്ല. കേരളത്തിൽ കൂടുതലായിട്ടും തെങ്ങ് കാണാം ഗൈസ്. നിങ്ങൾക്ക് തെങ്ങില്ലാത്ത ഒരു സ്ഥലമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഗൈസ്? തെങ്ങില്ലാത്ത ഒറ്റ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റുമോ ഗൈസ്? തെങ്ങില്ലാത്ത സൈഡിലൊക്കെ തെങ്ങുണ്ട്, കുറേ തെങ്ങുണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ തെങ്ങിനെ കുറിച്ചൊന്നും പോകണ്ട. അപ്പം ഗൈസ്, നമ്മൾ ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾ പറയാൻ മറക്കുന്നില്ല, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ. നമ്മുടെ ചാനലിലാകെ 8 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണല്ലോ ഗൈസ്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു. നിങ്ങൾക്ക് ഈ യാത്ര ഇങ്ങനെ വെച്ചുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഗൈസ്? നമുക്ക് ഇങ്ങനെ പോയാൽ ലൈക്കൊക്കെ കിട്ടും ഗൈസ്. ഓക്കെ, ലൈക്കൊക്കെ തരുമായിരുന്നെങ്കിൽ നല്ലതാണ് ഗൈസ്. അപ്പം നമുക്ക് ഇതിലൂടെ പോകാം. കുറച്ച് വളവും തിരിവുമൊക്കെ ഉള്ള വഴിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു പള്ളിയെല്ലാം ഉണ്ട് ഗൈസ്. ഇനി കുറച്ച് ഇത് സെൻറ് ജൂഡ് പള്ളിയാണ് ഗൈസ്. ഓക്കെ, തീർത്ഥാടന ദേവാലയം. ഇവിടെ എന്താ ഫോട്ടോഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീടാണോ കടയാണോ എന്തോ പൊളിച്ചിട്ടുണ്ട്. വലിയ വീടുകളൊക്കെയാണ് ഗൈസ്. റിച്ചായിട്ടുള്ള ഫാമിലീസ് ആണ് ഇവിടെ. അതാ ഇവിടെ ഇതെന്തോ ശ്രീനാരായണ ഗുണീൻ്റെ എന്തോ ഒരു സാധനമാണെന്നാണ് തോന്നുന്നത്. സൈഡിൽ ചെടി വണ്ടിയാണോ ഗൈസ്? ചെടി വണ്ടി പോകുന്നുണ്ട് ഗൈസ് പുറകിൽ. അത് പോയി ഇവിടെ എല്ലാം നല്ല മോഡേൺ ഹൗസുകളുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നല്ല മോഡേൺ, ഇവിടെ നല്ല റിച്ചായിട്ടുള്ള ആൾക്കാരാണ് താമസിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, പക്ഷെ ഇവിടെ സൈഡിലെല്ലാം റബ്ബറാണ്. ഇത് വീടിൻ്റെ മുമ്പിലൊക്കെ റബ്ബർ, സാധാരണ റബ്ബറൊക്കെ നമ്മൾ പോകുന്ന ആ ഭീകരമായ റോഡിൻ്റെ അവിലെ കൂടെ അവിടെയൊക്കെ അല്ലേ ഉണ്ടാവുകൊണ്ട്. അത് ഏറ്റവും മുകളിലുള്ള പ്രദേശങ്ങളിൽ അല്ലേ ഇരിക്കാൻ കഴിച്ച്. സൈഡിലൊക്കെ വീടുകൾ പണിയുന്നു, വീടുകൾ ഉണ്ടാക്കുന്നു, വീടുകൾ പൊളിക്കുന്നു, അങ്ങനത്തെ ഓരോ ദൃശ്യങ്ങളാണ്. ഇവിടെ എപ്പോഴും പണി നടക്കുന്ന സ്ഥലമാണെന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. ഒക്കെ ഇവിടെ JCB ഒക്കെ കുഴിക്കാൻ കിടപ്പുണ്ട്. അവിടെയും വീട് പണിയാനാന്ന് തോന്നുന്നു. ഓക്കെ, ഇനിയൊരു വലിയ കയറ്റം പറയാനൊന്നുമില്ല, ചെറിയ കയറ്റമാണ്, എന്നാലും അത്യാവശ്യം നല്ല കയറ്റമാണ്. ഓക്കെ, സൈഡിൽ കുറേ കല്ലെല്ലാം ഉണ്ട്. ഇതിന് ഏറ്റവും മുകളിലൊരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല. കല്ലുള്ളതല്ല, ആംബിയൻസ് ഉള്ളൊരു പള്ളിയാണെന്ന് തോന്നുന്നത്. ഇവിടെ എല്ലാം നല്ല ആംബിയൻസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ പോവാ, അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയാൽ ഇവിടെയൊക്കെ പുഴയുണ്ടോ അറിയത്തില്ല. ഇങ്ങനെ താഴെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നതൊക്കെ നോക്കിയതാണ്. എനിക്ക് സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല ഗൈസ്. ഞാനിവിടെ ആദ്യമായിട്ടൊന്നുമല്ല ഇരുന്നത്. കുറച്ച് ദിവസം ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ച് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലൂടെ ഇങ്ങനെ പോവാണ് ഗൈസ്. നമുക്കിപ്പോൾ ഒരു ടേൺ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ എല്ലാം തെങ്ങുണ്ട് ഗൈസ്. ഞാനും കണ്ടുപിടിക്കാൻ നോക്കിയാൽ ഗൈസ് തെങ്ങില്ലാത്തൊരു സ്ഥലം. തെങ്ങില്ലാത്തൊരു വീട് പോലും ഉണ്ടാവുകയില്ല അല്ലേ? തെങ്ങില്ലാത്ത വീടുണ്ടാവുകയല്ലേ? ഇവിടെ ഒരു ടൗൺ ആണെന്ന് തോന്നുന്നു. ഇത് ഏത് ടൗണാണ് ഇത്? ഏത് ടൗൺ ഇത്? ആനപ്പന്തിയാണ്. ആനപ്പന്തിയാ ഗൈസ്, ആനപ്പന്തി. അപ്പോൾ 2 ആനപ്പന്തി ഉണ്ടോ? അറിയത്തില്ല ഗൈസ്, മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്കിനി കുറച്ച് മിനിറ്റ് കൂടെ വേണം. എനിക്ക് കൃത്യ സമയമൊന്നും അറിയത്തില്ല. കാരണം നമ്മളിങ്ങനെ ഇത് നമ്മുടെ പുതിയ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, പുതിയ വണ്ടിയാണ്, മറ്റേ പഴയ 2007 ലോഡ് ആൾട്ടോ അല്ല. ഓക്കെ ഗൈസ്, എല്ലാ വീഡിയോയും രാത്രിയിലും വൈകുന്നേരമൊക്കെ എടുത്തോണ്ട് ഇതൊരു പുതിയത് ഉച്ചയ്ക്ക് എടുക്കുന്നതാണ് ഗൈസ്.
ഉച്ചയ്ക്കിൻ്റെയും രാവിലെൻ്റെയും ഉച്ചയുടെയും നടുക്കാണ്. ഒരു സൈഡിലൊരു വീട് പണിയുന്നതാണോ പൊളിക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഏകദേശം അത് പണിയുവാണെങ്കിൽ അത് പണി പൂർത്തിയാവാറായതുപോലെയുണ്ട്, പൊളിക്കുവാണെങ്കിൽ പൊളിക്കാൻ തുടങ്ങിയതുപോലെയുണ്ട്. ഗൈസ് പിന്നെ ഒരു ടേൺ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ സൈഡിലോട്ടാണ്. ഇവിടെയെല്ലാം ഫുള്ള് ടേണാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ. ഓക്കെ, ഇവിടെയെല്ലാം ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇതിലൂടെ എല്ലാം ബസ് പോകായിരിക്കും ഗൈസ്. ഓക്കെ, ഇതൊക്കെ വളവാണ് ഗൈസ്. ഇവിടെ നിന്നൊക്കെ ഇത് ഹോൺ അടിച്ചിട്ടൊക്കെ വേണം പോകാൻ. ഇവിടെ ഒരു 6 ആയിട്ടുള്ള വഴിയാന്ന് തോന്നുന്നു. അതിന് പോസ്റ്റ് ഉണ്ടോ? പോസ്റ്റും പോട്ടെ, സൈഡിൽ സൈൻ 6 ശരി. അങ്ങോട്ട് വളവ്, ഇങ്ങോട്ട് വളവ്, അങ്ങോട്ടും വളവാണ്. ഇതിലൂടെയൊക്കെ പോകാൻ പറ്റും കഴിയും. വേറൊരു വഴിയൊക്കെ ഉണ്ട് ഇവിടെ, അതിലൂടെയൊക്കെ പോകാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എല്ലാം ഇഷ്ടികയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം വാഴയാണല്ലോ, പക്ഷെ അവിടെയും തെങ്ങുണ്ട്. തെങ്ങാണോ കവുങ്ങാണോ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. തെങ്ങായിരിക്കും. തെങ്ങില്ലാത്തൊരു സ്ഥലം കേരളത്തിലില്ല. ഓക്കെ, അതെ, ഈ സ്ഥലത്തൊന്നും തെങ്ങ് ഉണ്ട്. ഇവിടെ എല്ലാം തെങ്ങുണ്ട്. ഇവിടെ എല്ലാം തെങ്ങുണ്ട്. തെങ്ങില്ലേ? തെങ്ങുണ്ട്. പേടിച്ചു പോയി. പനക്കര എത്തിയിരുന്നു കേസ്, പനക്കര. ഓക്കെ, ഒയ്യോ, ഇവിടെ താഴോട്ടാണ് ഇറക്കമാണ് കേസ്. അന്നേരം വളവിലൂടെയുള്ള ഇറക്കം. ഇതെന്നതായത് ഇവിടെ എന്താ 6 പോസ്റ്റ് ഇല്ലാത്ത കേസ്? ഇവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരിതില്ലേ? ഉണ്ട്. ഞാൻ വീട്ടിലോട്ടുള്ള ഞാൻ വിചാരിച്ചത് അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ടെന്ന്. ഇവിടെ ഒരു വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടികളൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നും വണ്ടികൾ വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഓക്കെ, സൈഡിലെല്ലാം കുറേ പേര്. ഇതൊരു പാല് വേണം കേസ്. അവിടെയൊക്കെ തോടില്ലല്ലോ. തോടും പോട്ടെ, തോട്ടിൽ ഉണ്ടാവും, വെള്ളമില്ലല്ലോ കേസ്. അതെന്താണ് കേസ് അങ്ങനെ? ഓക്കെ, നമ്മളപ്പോൾ എടൂരിലോട്ട് ഇനി എത്താൻ എത്ര നേരം കൂടെ വേണമെന്ന് അറിയത്തില്ല കേസ്. ഇവിടെ ഒരു വീട് പണിയുന്നുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയാണ് വീടുകൾ പണിയുന്നത് നമുക്ക് നോക്കാം കേസ്. ഓക്കെ കേസ്, ഇതൊരു നേരെ പോകുന്നൊരു വഴിയാണ് കേസ്. ഓക്കെ, സൈഡിലെല്ലാം തോട്ടങ്ങളാണെന്നാണ് തോന്നുന്നത്. ഇവിടെയെല്ലാം കുറേ വാഴ എന്തെങ്കിലും ഉണ്ടല്ലോ കേസ്. വാഴകളുണ്ട് ഇവിടെ. ഓക്കെ, കുറേ വണ്ടികൾ പോകുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ കുറച്ച് വണ്ടികളെല്ലാം പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒയ്യോ ഗൈസ്, ഇപ്പോൾ ഫുള്ള് സൈഡിലെല്ലാം റബ്ബർ തോട്ടമെല്ലാം ഉണ്ട്. റബ്ബർ തോട്ടമെല്ലാം ചില ഏരിയകളിൽ കാണുന്നില്ല. തണലുള്ള സ്ഥലത്തെല്ലാം റബ്ബർ തോട്ടമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും പണിയുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്തായാലും ഒരു പണി നടക്കുന്നുണ്ട് എവിടെയെങ്കിലും ഇതിലൂടെ പോകുമ്പോൾ. ഇപ്പം വേറൊരു പാലം. ഇവിടെ വെള്ളം ഉണ്ടോ? ചെറിയ വെള്ളമുണ്ട്. ചെറിയൊരു തോടാണോ പുഴയാണോ? തോടായിരിക്കും കേസ്, തോട്. ഓക്കെ കേസ്, അപ്പം നമുക്കൊരു വീണ്ടും ഒരു ടേണുണ്ട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നേരെ ഒരു വഴിയില്ല. നേരെ അവിടെ വഴി പണിതുകൊണ്ടിരിക്കുകയാണ് കേസ്. നിങ്ങൾ നോക്കും, ഇവിടെ എല്ലാം പണിതുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പല വീടുകളും പഴകിയിട്ടൊക്കെ ഉണ്ട് കേസ്. പിന്നെ സൈഡിൽ വല്ല റബ്ബർ തോട്ടം ആണെന്ന് തോന്നുന്നില്ല ഗൈസ്. ഇവിടെ ഫുള്ള് തെങ്ങും കവുങ്ങും ഒക്കെയാണ്. തെങ്ങ് വാഴയൊന്നുമില്ല. ചെറിയ മെഡിസിനൽ പ്ലാന്റ് എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം ഇവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇതാണ് സൈഡിൽ ഫുള്ള് തണലാണ്. അന്നേരം വെയിലിനെ നമുക്ക് എതിർക്കാം. ഇനി ഇവിടുന്ന് ഇരട്ടിയിലോട്ട് 7 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഇതൊരു ചെറിയ ടൗണാണ്. ഇത് എടൂർ എത്തി ഗൈസ്. ചെറിയ ടൗൺ എന്ന് പറയാനല്ല, എടൂര് നല്ല വലിയ ടൗണാണ്. ഓക്കെ ഗൈസ്, എടൂർ നല്ല വലിയ ടൗണാണ്. ഓക്കെ, ഇവിടുന്ന് സൈഡിലോട്ടാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പള്ളി. ഓക്കെ ഗൈസ്, ഇനി തിരിച്ച് വരുന്ന വീഡിയോ എടുക്കും ഗൈസ്. അതായിരിക്കും പാർട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഗൈസ്. അപ്പം പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ബായ്.